നമസ്കാരം. നക്ഷത്ര വോയ്സിന്റെ മറ്റൊരു വ്യത്യസ്തമായ തൊടുകുറി ന്യൂമറോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ സംഖ്യയെക്കുറിച്ചാണ്. പക്ഷേ ഈ ചെറിയ സംഖ്യക്ക് നിങ്ങളുടെ ജീവിതവുമായി ചില അതിശയകരമായ ബന്ധങ്ങളുണ്ടെന്ന് ന്യൂമറോളജിയിൽ വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 5 ആണോ? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ നമ്പറിന്റെ അവസാനത്തെ അക്കം 5നെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച്, നിങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചുമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാം ഇല്ലല്ലോ. പുറമെ നോക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതായി തോന്നും. പക്ഷെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ ജീവിതം ഇങ്ങനെയായത് എന്തുകൊണ്ടാണ് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടാകാം. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചിലതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. പക്ഷെ അവസാനം കിട്ടിയത് നിരാശ മാത്രമാണ്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ റീഡിങ്ങിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചേക്കാം. അതിനാൽ വീഡിയോ പകുതിയിൽ നിർത്താതെ അവസാനം വരെ കേൾക്കുക. കാരണം 5ന്റെ ഒരു പ്രത്യേക സന്ദേശം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ന്യൂമറോളജിയിൽ 5 എന്ന സംഖ്യയെ സാധാരണയായി മാറ്റം, സ്വാതന്ത്ര്യം, ആശയവിനിമയം, യാത്ര, പുതിയ അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. 5 എന്നത് ഒരിടത്ത് നിശ്ചലമായി നിൽക്കുന്ന സംഖ്യയല്ല. അതുകൊണ്ട് തന്നെ 5ന്റെ സ്വാധീനവുമായി ബന്ധമുള്ളവരുടെ ജീവിതത്തിലും പലപ്പോഴും മാറ്റങ്ങൾ, ഉയർച്ച, താഴ്ചകൾ, പുതിയ വഴികൾ, അപ്രതീക്ഷിതമായ അവസരങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 5 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഒരേ അവസ്ഥയിൽ എന്നും തുടരുവാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കും. ഇനി നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്ന് പറയാം. നിങ്ങളിൽ പലരും വളരെ ചെറുപ്പത്തിൽ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരായിരിക്കാം. മറ്റുള്ളവർക്ക് അവരുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ ജീവിക്കാൻ സാധിച്ചപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്വയം ഒതുങ്ങി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവെച്ചിട്ടുമുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം പോലും മാറ്റിവെച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഏറ്റവും വേദന നൽകിയ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരാളിൽ നിന്നുള്ള നിരാശ. അത് കുടുംബത്തിലായിരിക്കാം, സൗഹൃദത്തിലായിരിക്കാം, പ്രണയത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച മറ്റാരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ആ വിശ്വാസം തകർന്നാൽ പിന്നീട് എല്ലാവരെയും സംശയത്തോടെ കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുവാനും കഴിഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞിട്ടെന്ത് കാര്യം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒരുപാട് തവണ കരയണമെന്ന് തോന്നിയിട്ടും കരയാതെ നിന്നിട്ടുണ്ട്. ഒരുപാട് തവണ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ പഴയ നിങ്ങളല്ലാത്തത്. കഴിഞ്ഞകാലം നിങ്ങളെ മാറ്റിയിട്ടുണ്ട്, നിങ്ങളെ കൂടുതൽ ശക്തനാക്കി. അതിനോടൊപ്പം ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്നൊരു പാഠവും ജീവിതം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതൊരു ജോലി ആയിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, വിവാഹമായിരിക്കാം, ഒരു ബന്ധത്തിന്റെ ഭാവി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരാഗ്രഹമായിരിക്കാം. പുറമേ നിങ്ങൾ സാധാരണ പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ ശരിയാകും, എനിക്കിതൊന്ന് കിട്ടുമോ, ഞാൻ കാത്തിരിക്കുന്നത് വെറുതെ ആണോ എന്നൊക്കെയുള്ള ചിന്തകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ ഈ ചിന്തകൾ കൂടുതൽ ശക്തമാകാം. പക്ഷെ ഇവിടെ ഒരു നല്ല കാര്യം കൂടി കാണാം. അത് എന്തെന്ന് വെച്ചാൽ ആ ഒരു പഴയ അവസ്ഥ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു അവസ്ഥയിലേക്ക് കടക്കുന്ന സമയമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം കുഴപ്പമാണെന്ന് തോന്നിയാലും ഇത് എന്നും അങ്ങനെ തുടരുമെന്ന് കരുതേണ്ടതില്ല. ഇനി സാമ്പത്തികമായി നോക്കുമ്പോൾ പണം വന്നാലും കയ്യിൽ നിൽക്കാതെ അവസ്ഥ. അതുപോലെ തന്നെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഒരു കാര്യം ശരിയാകുമ്പോൾ മറ്റൊരു ചെലവ് വരും, ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം വരും. എന്തിനാണ് പണം സമ്പാദിക്കുന്നത് എന്ന് തന്നെ അറിയുന്നില്ല എന്ന് തോന്നുന്ന ഘട്ടം വരെ ചിലർക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 5 എന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുതിയ വരുമാന മാർഗങ്ങൾ, ജോലി മാറ്റം, പുതിയ അവസരങ്ങൾ, യാത്രയുമായി ബന്ധപ്പെട്ട ജോലി, അല്ലെങ്കിൽ പുതിയ ആളുകളിലൂടെ ലഭിക്കുന്ന അവസരം,
തുടങ്ങിയവയ്ക്ക് പ്രാധാന്യമുണ്ടെന്നാണ് ന്യൂമറോളജിയിൽ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റൊരവസരം തേടുവാനുള്ള ചിന്ത ശക്തമാകാം. ഇനി നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആളുകളുമായി കാത്തിരിക്കുന്ന ഭാഗത്തിലേക്ക് വരാം. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാകാം. അവർക്കും എന്നെക്കുറിച്ച് ചിന്തയുണ്ടോ? അവർ വീണ്ടും സംസാരിക്കുമോ? ഈ ബന്ധത്തിന് ഒരു ഭാവിയുണ്ടോ? എന്നൊക്കെ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം പൂർണ്ണമായും അവസാനിച്ചുവെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണുക. ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണയും ആശയവിനിമയക്കുറവും വലിയ പ്രശ്നമായി മാറാറുണ്ട്. 5 എന്ന സംഖ്യ ആശയവിനിമയവുമായി ബന്ധപ്പെടുത്തി കാണുന്നതിനാൽ സംസാരിക്കാതെ കിടന്നിരിക്കുന്ന ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ വരാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, തിരികെ വരുന്ന എല്ലാവരെയും പഴയ പോലെ സ്വീകരിക്കേണ്ടതില്ല. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളോട് അതിരുകൾ വെക്കാനും പഠിക്കണം. ഇനി നമുക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ മുന്നിലുള്ള കാലഘട്ടത്തിൽ ഒരു മാറ്റത്തിന്റെ വാതിൽ തുറക്കുന്നതായി ഈ റീഡിങ്ങിനെ വിശ്വാസപരമായി കാണാം. നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു മുന്നേറ്റം ആദ്യം ഉണ്ടാകാം. ആദ്യം ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒരു പുതിയ പരിചയം, ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ലഭിക്കുന്ന സഹായം. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറക്കുവാൻ കാരണമാകാം. നിങ്ങളിപ്പോൾ എന്റെ ഭാഗ്യം എവിടെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം വരുന്നത് എല്ലായ്പ്പോഴും വലിയൊരു സംഭവമായി ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ അവസരമാണ് പിന്നീട് വലിയൊരു മാറ്റമായി മാറുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വരുന്ന ചെറിയ അവസരങ്ങളെ പോലും അവഗണിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, നമ്പർ 5 ഉള്ളവർക്ക് ജീവിതത്തിൽ മാറ്റത്തെ ഭയക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് അത് നിങ്ങളുടെ ജീവിതം അവസാനിച്ചത് കൊണ്ടല്ല. ചിലപ്പോൾ ആ നഷ്ടം നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുവാനായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട ഒരു അവസരം അതേ രൂപത്തിൽ തിരികെ വരണമെന്നില്ല. പക്ഷെ അതിനേക്കാൾ മികച്ച മറ്റൊരവസരമായിരിക്കാം വരുന്നത്. അതുകൊണ്ട് പഴയ കാര്യങ്ങളിൽ കുടുങ്ങി നിൽക്കരുത്. എനിക്കന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ മുഖം വന്നിട്ടുണ്ടാകാം, ഒരു പഴയ ഓർമ്മ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ, നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യത്തിനും ഒരു അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുക. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളോടൊപ്പം എന്നും നിൽക്കുവാനല്ല. ചിലർ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുവാനുമാണ് വരുന്നത്. ചില നഷ്ടങ്ങൾ നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ അവസ്ഥ എന്നും തുടരില്ല. മാറ്റം വരും. പക്ഷെ ആ മാറ്റം വരുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. കാരണം പ്രാർത്ഥനയ്ക്കൊപ്പം പരിശ്രമവും വേണം. നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 5 ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു 5 രേഖപ്പെടുത്താം. അതോടൊപ്പം നിങ്ങളുടെ ജന്മനക്ഷത്രം രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.